Hi all, welcome back to my channel. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ക്ലാസ് 12ലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലെ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അതിലെ വേരിയബിൾ സെപ്പറബിൾ ഫോമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഗിവൺ x² - yx² dy പ്ലസ് y² പ്ലസ് x² y² dx is equal to 0. രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഒന്ന്, എക്സ്പ്രസ് ദിസ് ഇക്വേഷൻ ഇൻ ദ ഫോം എഫ് ഓഫ് വൈ ഡി വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഡി എക്സ്. നമ്മൾ നേരത്തെ വേരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ച് വൈ ടേംസ് ഒക്കെ ഒരുമിച്ചാക്കുക, എക്സ് ടേംസ് ഒക്കെ ഒരുമിച്ചാക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ x² മൈനസ് വൈ x² ഡി വൈ പ്ലസ് y² പ്ലസ് x² y² dx is equal to 0. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളുടെ ഈ ടേം പ്ലസിന് ശേഷമുള്ള ഈ ടേമിന് നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ x² മൈനസ് വൈ x² ഡി വൈ ഈക്വൽ ടു പ്ലസ് ടേം അപ്പുറത്താകുമ്പോൾ മൈനസ് ആവുമല്ലോ, മൈനസ് y² പ്ലസ് x² y² dx. ഓക്കെ, ഈ ടേമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഈ ടേമിൽ നിന്ന് x² കോമൺ ആയിട്ട് വെളിയിലെടുക്കും. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഒരു y² കോമൺ ആയിട്ട് വെളിയിലെടുക്കും. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? x² വെളിയിലെടുത്തു, ബാക്കി ഇവിടുന്ന് x² വെളിയിലെടുത്തപ്പോൾ ബാലൻസ് 1 മൈനസ് ഇവിടുന്ന് x² വെളിയിൽ പോയപ്പം ബാക്കി അവിടെ എന്താ ഉള്ളത്? y. ഇപ്പോൾ 1 മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു മൈനസ് ഇവിടുന്ന് y² ഞാൻ വെളിയിലെടുത്തു, y² ഇൻറ്റു ഇവിടുന്ന് y² പോയപ്പം 1 പ്ലസ് y² പോയപ്പം ബാക്കി x² dx. ഓക്കെ, അപ്പോൾ നമ്മൾ x² y² വെളിയിലേക്ക് എടുത്തു. ഇനി നമുക്ക് എക്സ് ടേംസ് ഒക്കെ ഒരുമിച്ചും വൈ ടേംസ് ഒക്കെ ഒരുമിച്ചും ആക്കാം. അപ്പോൾ ഡി വൈ ഇവിടെയാണ്, അപ്പോൾ ഈ സൈഡിലോട്ട് നമുക്ക് വൈ ടേംസ് ആക്കാം. ഡി എക്സ് ഇപ്പുറത്തായതുകൊണ്ട് എക്സ് ടേംസിനെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ x² നേരെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക, ഈ y² ഇപ്പുറത്തും കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 മൈനസ് വൈ ബൈ y² ഡി വൈ ഈക്വൽ ടു മൈനസ് 1 പ്ലസ് x² ബൈ x² dx എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സ് ടേംസ് എല്ലാം ഒരുമിച്ചാക്കി, വൈ ടേംസ് ഒക്കെ ഒരുമിച്ചാക്കി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി എന്താ? ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? രണ്ട് പാർട്ടിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് രണ്ടിടത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 1 മൈനസ് വൈ ബൈ y² ഡി വൈ ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ 1 പ്ലസ് x² ബൈ x² dx. ഓക്കെ അല്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ y² x² എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലെ ഈ രണ്ട് ടേമുകൾക്കും ബാധകമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻറ്റഗ്രൽ 1 ബൈ y² മൈനസ് y ബൈ y² ഡി വൈ ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ 1 ബൈ x² പ്ലസ് x² ബൈ x² dx. ഓക്കെ, ഈ ഡി വൈ എന്ന് പറയുന്നത് രണ്ട് ടേംസിനും ബാധകമാണ്, അതുപോലെ തന്നെ ഡി എക്സ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ടേംസിനും ബാധകമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇൻറ്റഗ്രലിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഓക്കെ, ഈ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് രണ്ടിനും കോമൺ അല്ലേ? അപ്പം ഇൻറ്റഗ്രൽ നമുക്ക് രണ്ടിനും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇൻറ്റഗ്രൽ 1 ബൈ y² ഡി വൈ മൈനസ് ഇവിടെ മുകളിലത്തെ ഒരു വൈയും താഴത്തെ ഒരു വൈയും വെട്ടിപ്പോകുമല്ലോ. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഇൻറ്റഗ്രൽ 1 ബൈ വൈ ഡി വൈ ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ 1 ബൈ x² dx പ്ലസ് ഇത് x² ബൈ x² 1 അല്ലേ? അപ്പോൾ ഇൻറ്റഗ്രൽ 1 dx എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൈനസിനെ നമ്മൾ ഇതിന് ഈ 1 ബൈ x² കൂട്ടത്തിൽ ഈ മൈനസിനെ കയറ്റും. അതുപോലെ തന്നെ ഈ 1 ബൈ y² കൂടെ നമ്മളൊരു മൈനസ് എക്സ്ട്രാ ആഡ് ചെയ്യും. അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ആയിരിക്കും അത് വരുന്നത്, മൈനസ് ഇൻറ്റഗ്രൽ മൈനസ് 1 ബൈ y² ഡി വൈ മൈനസ് ഇൻറ്റഗ്രൽ 1 ബൈ ഡി വൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് 1 ബൈ x² ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 1 ഡി എക്സ്. ഓക്കെ, നമ്മളിവിടെ അകത്തൊരു എക്സ്ട്രാ മൈനസ് കയറ്റി, അകത്ത് മൈനസ് കയറ്റിയതുകൊണ്ട് പുറത്തൊരെണ്ണം ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്, കാരണം അത് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ പുറത്ത് കിടന്ന മൈനസിന് അകത്തോട്ടും കയറ്റി. ഇനി ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് 1 ബൈ x². അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് എന്താണ്? മൈനസ് 1 ബൈ x² ആണ്. ഇനി നേരെ തിരിച്ച് മൈനസ് 1 ബൈ x² ഇൻറ്റഗ്രൽ എന്തായിട്ട് വരും? 1 ബൈ എക്സ് ആയിട്ട് വരത്തില്ലേ? മൈനസ് 1 ബൈ x² ഇൻറ്റഗ്രൽ 1 ബൈ എക്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടോ, മൈനസ് 1 ബൈ y² ഇൻറ്റഗ്രൽ 1 ബൈ y നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ മൈനസ് 1 ബൈ x² ഇൻറ്റഗ്രൽ 1 ബൈ എക്സ് നമുക്ക് എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മൈനസ് ഇവിടെ അകത്തോട്ട് കയറ്റുകയും
ഇവിടെ ഒരു എക്സ്ട്രാ മൈനസ് ഇട്ട് കൊടുക്കുകയും ചെയ്തത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്നത്? മൈനസ് നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റഗ്രൽ -1/y² ഇൻ്റഗ്രൽ എന്തായിരിക്കും വരുന്നത്? 1/y അല്ലേ? ഈ മൈനസ് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്, നമ്മൾ ഇട്ട് കൊടുത്തത്. -1/y² ഇൻ്റഗ്രൽ 1/y മൈനസ് 1/യുടെ ഇൻ്റഗ്രൽ നമുക്കറിയാം log y ഈക്വൽ ടു, അതുപോലെ തന്നെ -1/x² ഇൻ്റഗ്രൽ 1/x പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? എക്സ് അല്ലേ? അപ്പം എക്സ് പ്ലസ് സി. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ -1/y മൈനസ് log y ഈക്വൽ ടു 1/x പ്ലസ് എക്സ് പ്ലസ് സി, ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലം ആണ് കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 3e⁻x tan y dx മൈനസ് 1 + e⁻x ഇൻറ്റു sec² dy ഈക്വൽ ടു 0. ഫസ്റ്റ് പാർട്ട് ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ്, അതായത് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണെന്ന് കണ്ടുപിടിക്കണം. എക്സ്പ്രസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോം, അതായത് എക്സ് ടേംസ് ഒക്കെ ഒരുമിച്ചും വൈ ടേംസ് ഒക്കെ ഒരുമിച്ചും ആക്കണം. ലാസ്റ്റ് വൺ സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഓർഡർ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. അപ്പം എന്താ വരുന്നത്? 3e⁻x tan y dx മൈനസ് 1 + e⁻x sec² dy ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൈനസിന് ശേഷമുള്ള ഈ ടേമിനെ നമുക്ക് ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3e⁻x tan y dx ഈക്വൽ ടു 1 + e⁻x sec² dy. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ ഈ ഡി എക്സിനെ നേരെ നമ്മളിത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ ഓർഡർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ എന്താ വരുന്നത്? 3e⁻x tan y ഈക്വൽ ടു 1 + e⁻x sec² ഇൻറ്റു dy/dx അല്ലേ? നമ്മൾ ഡി എക്സിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് എന്ത് കിട്ടി? dy/dx എന്ന് കിട്ടി. dy/dx എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് എന്താണെന്ന് എഴുതാം? ഓർഡർ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാനായിട്ട് നമുക്ക് പറ്റും. ഓർഡർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഇതിങ്ങനത്തെ ഒന്നെങ്കിൽ dy/dx d²y/dx² അങ്ങനെ എന്തെങ്കിലും കിട്ടണം. അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഓർഡർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡി എക്സിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എഴുതിയത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡറാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ നമുക്ക് 1 എന്ന് എഴുതാനായിട്ട് പറ്റി. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടേം നമ്മളിതേ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഈ സാധനം കണ്ടോ? ഇതിനെ നമ്മൾ ഒന്നും കൂടെ അപ്പുറത്തേക്ക് ഒന്ന് എടുത്ത് എഴുതുവാണ് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 3e⁻x tan y dx ഈക്വൽ ടു 1 + e⁻x sec² dy. ഓക്കെ. ഇതിനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഡി എക്സ് ഇവിടെ ആയതുകൊണ്ട് എക്സ് ടേംസ് ഒക്കെ ഈ സൈഡിലും dy ഇവിടെ ആയതുകൊണ്ട് y ടേംസ് ഒക്കെ ഈ സൈഡിലുമാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ്? ഈ 1 + e⁻x ഇപ്പുറത്തേക്കും കൊണ്ടുവരണം. tan y നേരെ ഇപ്പുറത്തേക്കും കൊണ്ടുവരണം. അപ്പോൾ ഇതെങ്ങനെ ആയിരിക്കും മാറുന്നത്? 3e⁻x by 1 + e⁻x dx ഈക്വൽ ടു sec² by tan y dy എന്ന് വരും. ഓക്കെ. ഇവിടെ ഇൻറ്റു ചെയ്തിരുന്ന സാധനത്തെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റു ചെയ്തതിന് ഇപ്പുറത്തും കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം അനുസരിച്ച് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷൻ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാർട്ടിൻ്റെ ആൻസറായി. ഇനി നമുക്കിതിൻ്റെ തേർഡ് പാർട്ടും കൂടെ, ഇതിൻ്റെ സൊല്യൂഷൻ കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ? ഇൻറ്റഗ്രൽ 3e⁻x by 1 + e⁻x dx is equal to integral sec² by tan y dy. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിലതേ ഈ ഒരു ഇതിൽ ഈ 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമുക്ക് ഇൻറ്റഗ്രലിൻ്റെ വെളിയിലേക്ക് ആക്കാം. അപ്പോൾ 3 ഇൻറ്റു ഇൻറ്റഗ്രൽ e⁻x by 1 + e⁻x dx ഈക്വൽ ടു ഇൻറ്റഗ്രൽ sec² by tan y dy. ഓക്കെ. നമ്മൾ ഇൻറ്റഗ്രലിൻ്റെ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. താഴത്തെ, അതായത് ഇതുപോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായിട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ താഴത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ലോഗ് മോഡ് താഴെ കിടക്കുന്ന ഫംഗ്ഷൻ, ആ ഒരു ഇതിലായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ഇൻറ്റഗ്രൽസിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 + e⁻x ഡെറിവേറ്റീവ് ആണ് e⁻x. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ tan y ഡെറിവേറ്റീവ് ആണ് sec² അല്ലെ? tan x ഡെറിവേറ്റീവ് sec²x ആണെങ്കിൽ tan y ഡെറിവേറ്റീവ് sec² ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും?
3 ഇൻറ്റു താഴത്ത് കിടക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ലോഗ് മോഡ് 1 പ്ലസ് ഇ റേസ് ടു എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ടാൻ വൈയുടെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്ന സീക്ക് സ്ക്വയർ വൈ. അപ്പോൾ ഇതിനെ നമുക്ക് ലോഗ് മോഡ് ടാൻ വൈ എന്നും എഴുതാൻ പറ്റും. ഓക്കെ, പ്ലസ് സി. ഇനി എന്താ, ലോഗിന് മുന്നേ കിടക്കുന്ന നമ്പറെ നമുക്ക് ഇതിൻ്റെ പവറാക്കി എഴുതാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ലോഗ് ഓഫ് 1 പ്ലസ് ഇ റേസ് ടു എക്സ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു ഇതിനെ ലോഗ് ടാൻ വൈ പ്ലസ് ഈ സി എന്നുള്ളതിനെ നമുക്ക് ലോഗ് സി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് വരും? ലോഗ് ഓഫ് 1 പ്ലസ് ഇ റേസ് ടു എക്സ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്? ലോഗ് എ ഇൻറ്റു ബി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ലോഗ് ഓഫ് ടാൻ വൈ ഇൻറ്റു സി എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് സൈഡിലുള്ള ലോഗ് ക്യാൻസലായി പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഫൈനൽ ആൻസർ കിട്ടുന്നത്? 1 പ്ലസ് ഇ റേസ് ടു എക്സ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു ടാൻ വൈ ഇൻറ്റു സി എന്നായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാനായിട്ടൊന്നും തന്നെ ഇല്ല. താഴത്തേൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. ആ ഒരു സെക്ഷൻ നമ്മൾ ഇൻ്റഗ്രൽസിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതിയാവും. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഒന്ന് എഴുതി പഠിച്ചാൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണിത്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ. ഇവിടെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വേരിയബിൾ സെപ്പറബിൾ ആക്കാനായിട്ടൊന്നും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ജനറൽ സൊല്യൂഷൻ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. അപ്പോൾ എന്താ? സീക്ക് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എന്താണ് ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ ഇതിനെ ഒരു ടാൻ വൈ ടാൻ എക്സ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകും. ഇവിടെ നോക്കിയേ, നമുക്ക് ഡി എക്സ് അതായത് എക്സ് ടേംസ് ഒക്കെ ഒരുമിച്ചും വൈ ടേംസ് ഒക്കെ ഒരുമിച്ചും ആക്കണം. പക്ഷേ ഇവിടെ ഡി എക്സിനോട് ഒരു എക്സ്ട്രാ ടാൻ വൈ ഉണ്ട്, അതുപോലെ തന്നെ ഡി വൈയുടെ കൂടെ ഒരു എക്സ്ട്രാ സീക്ക് സ്ക്വയർ വൈയും ഉണ്ട്. ഓക്കെ, സോറി ടാൻ എക്സും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് രണ്ടിനെയും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ത്രൂ ഔട്ട് ആയിട്ടൊരു ടാൻ വൈ ടാൻ എക്സ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടാൻ വൈ ടാൻ എക്സ്. അപ്പോൾ ആദ്യത്തെ ടേമായ സീക്ക് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ടാൻ വൈ ടാൻ എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ ബൈ ടാൻ വൈ ടാൻ എക്സ്. ഓക്കെ, ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ടൊരു ടാൻ വൈ ടാൻ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് ഇനി എന്താ ഈ ടാൻ വൈനെയും വെട്ടിക്കളയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ടാൻ എക്സിനെയും ഈ ടാൻ എക്സിനെയും നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. ബാക്കി എന്താ അവിടെ ഉള്ളത്? ബാക്കിയുള്ളത് സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ വൈ ബൈ ടാൻ വൈ ഡി വൈ ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ എക്സ് ടേംസ് ഒക്കെ ഒരുമിച്ചാക്കി വൈ ടേംസ് ഒക്കെ ഒരുമിച്ചാക്കി ഇനി നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്താ വരുന്നത്? ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ് സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ വൈ ബൈ ടാൻ വൈ ഡി വൈ ഈക്വൽ ടു 0. പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കി നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ താഴത്തെ കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളതെങ്കിൽ നമുക്കിതിനെ ലോഗ് മോഡ് താഴെ കിടക്കുന്ന ഫംഗ്ഷൻ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അപ്പോൾ നോക്കി ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് അതുപോലെ എഴുതാം. അതുപോലെ തന്നെ ടാൻ വൈയുടെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ വൈ. അപ്പോൾ എന്താ വരുന്നത്? ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? ലോഗ് മോഡ് ടാൻ വൈ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്താ എഴുതാം? സി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ സി എന്ന് തന്നെ എഴുതിയേക്കാം അല്ലേ? കോൺസ്റ്റൻറ്റിന് നമ്മൾ ടാൻ സി എന്ന് തന്നെ എഴുതി. അതൊരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. ഇനി നോക്കിയാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നുള്ളതിനെ നമുക്ക് ലോഗ് എ ബി എന്ന് എഴുതാമല്ലോ. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നുള്ളതിനെ നമുക്ക് ലോഗ് എ ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് ടാൻ എക്സ് ടാൻ വൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ലോഗ് ടാൻ എക്സ് ടാൻ വൈ ഈക്വൽ ടു ടാൻ സി എന്നുള്ളതിനെ ഞാൻ ലോഗ് ടാൻ സി എന്ന് എഴുതുക. ലോഗ് ടാൻ സി. അപ്പോൾ രണ്ട് സൈഡിലുള്ള ലോഗ് രണ്ടും ക്യാൻസലായി പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഫൈനൽ ആൻസർ എന്താ കിട്ടുന്നത്? ടാൻ എക്സ് ടാൻ വൈ ഈക്വൽ ടു ടാൻ സി. ഇതായിരിക്കും നമ്മുടെ
ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതും കൂടെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത 3 പ്രോബ്ലംസും തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്